ചൂട് കൂടുതലായി പോയിട്ടായിരിക്കും. ചൂടിന്റെ ആണല്ലേ? ചൂടിന്റെ ആയിരിക്കും, ക്ഷീണം. ആ. ആ, സാറിന്റെ പാട്ട് രാജി. കേൾക്കുന്നല്ല കേട്ടോ. പാട്ട് ആ, ഞാൻ പാട്ട് കേട്ടു, കേട്ടോ? നല്ലതാണ്. ആഹാ. ഓക്കെ, താങ്ക് യു. മൺചിത്രത്താഴ് അതാരെ കൂടെ പാടുന്നേ? വലൈക്കും ആ, വലൈക്കും വലൈക്കും അസ്സലാം. അസ്സലാം മാം. വലൈക്കും ഞാന് അസ്സലാം. ഇപ്പൊ എല്ലാരും ലേറ്റ് ആകുന്നത് കൊണ്ട് ഞാനും ഒന്ന് ലേറ്റ് ആയതാണേ, കുറച്ചുകൂടി. ഓക്കെ, ഓക്കെ. മാം എന്നാല് ഇന്നൊരു ബുർക്ക സ്റ്റൈലിലാണല്ലോ. അതെ അതെ അതെ, ഇല്ല ആ, ഓക്കെ, ഓക്കെ, പക്ഷെ ഓക്കെ. ആ, ശരി, ശരി. അതാണ് വെറുതാണെന്ന് വിചാരിക്കും. അതെ, പെട്ടെന്ന് കാണുമ്പോ അങ്ങനെ തോന്നുന്നു. ഐ ലവ് ടു വെയർ പർദ്ദ. ഞാൻ ഉംറയ്ക്ക് പോയപ്പോഴും ഇവിടന്നേ പർദ്ദയിൽ തന്നെയാണ് പോയത്, തിരിച്ചു ഓ, വരുന്നത്. ശരി, ശരി, ശരി. ശരിക്ക് പ്രത്യേക നമ്മുടെ എല്ലാ ബ്യൂട്ടിയും ഫേസിൽ വരും. എല്ലാ എല്ലാ ബ്യൂട്ടിയും, എൻ്റെ ബ്യൂട്ടി ഫേസിൽ ഫോക്കസ്ഡ് ആയിട്ട് വരും. എനിവേ സന്തോഷം. സ്മ്യൂള് ഞാൻ കേട്ടു കേട്ടോ, കൊള്ളാം. കേട്ടല്ലേ? ഓക്കെ, നല്ല ഓക്കെ, പാട്ട്, ഓക്കെ. നല്ല പാട്ട്. നന്നായിരിക്കുന്നു, കൊള്ളാം. ഞാൻ കഴിഞ്ഞൊരു നല്ല 8-9 വർഷമായിട്ട് സ്മ്യൂൾഡ് പാടുന്നുണ്ട്. കൊള്ളാം. ഓൾമോസ്റ്റ് 9 years ഗുഡ്. ആയിട്ട് പാടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ ലൈഫ് കോച്ചിങ്ങിൽ അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആക്ട് ഓഫ് ഫോർഗിവ്നെസിന്റെ വീഡിയോ ഈ ഗ്രൂപ്പിലേക്ക് ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാൻ അല്ലാത്തവർക്ക് നിങ്ങൾ ലൈഫ് കോച്ചേഴ്സിന് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ട്. അല്ലാത്തവർക്ക് പ്രാക്ടീസ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പിലേക്ക് ഇടാൻ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അല്ലാത്തവർക്ക് അത് യൂസ്ഫുൾ ആകട്ടെ. ഇന്ന് നമ്മൾ ലോസ് ഓഫ് ഫൊർഗീവ്നെസിന്റെ കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. 7 ലോസ് ഓഫ് ഫൊർഗീവ്നെസ്. 7 നിയമങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇന്നത്തോടുകൂടി നമ്മൾ ഫൊർഗീവ്നെസ് ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. പക്ഷെ ഫൊർഗീവ്നെസ് ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നുണ്ടാവും. ആർക്കെങ്കിലും ഉപകാരപ്രദമാണെങ്കിൽ അത് ഉപയോഗിച്ചോട്ടെ. അപ്പോൾ 7 ലോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുൻപ് നമുക്കറിയാം, ഫുർഗീവ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുടെ സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട്. ലൈഫിൽ മാപ്പ് കൊടുത്തത് കൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവരുടെ സ്റ്റോറി നമ്മൾ ഒത്തിരി സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. അപ്പം പല സ്റ്റോറീസിനും ഇപ്പം ചില സ്റ്റോറീസ് പേഴ്സണലായിരിക്കും, ചിലത് ഒരു രാജ്യത്തെ തന്നെ മാപ്പ് കൊടുത്തുകൊണ്ട് ഒരു രാജ്യത്തിന്റെ തന്നെ ഒരു നേതൃത്വത്തിലേക്ക് എത്തിയ നെൽസൺ മണ്ടേലയുടെ 27 വർഷമാണ് ജയിലില് ജീവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓൾമോസ്റ്റ് 3 decades ഒരു ചെറിയ സ്മോൾ സെല്ലില് ഹാർഡ് ലേബറിങ് ചെയ്ത, ഒരു കഷ്ടപ്പെട്ട ജോലി ചെയ്തിട്ട് ഫാമിലിയിൽ നിന്ന് മാറ്റി അൺഫെയർ ആയിട്ടാണ് അദ്ദേഹത്തെ ജയിലിൽ അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കയിലെ ജയിലിൽ 27 വർഷം ഒരു മനുഷ്യൻ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വി കാൻറ്റ് ഈവൻ ഇമാജിൻ ദാറ്റ്. ഒരു ദിവസം അല്ലെ ഒരു മാസം ഒരു റൂം അടച്ച് നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ പണിഷ്മെന്റ് എന്താണെന്ന് അറിയാമോ? ഏറ്റവും വലിയ പണിഷ്മെന്റ് ഐസൊലേഷൻ. ഐസൊലേഷൻ. ഒറ്റപ്പെടുത്തുക. അതാണ് ഏറ്റവും വലിയ നാട് കടത്തുക, ഒറ്റപ്പെടുത്തുകയാണ് ഏറ്റവും വലിയ പണിഷ്മെന്റ്. മനുഷ്യർ, ഹ്യൂമൻ ബീങ് ആർ നോട്ട് meant to live alone. അത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്താണ് ഹ്യൂമൻ ബീങ്ങിന്. അത് 27 വർഷം ഒരു സെല്ലില് ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്. ആ മനുഷ്യൻ ആ ചെയ്തവരെ, അതിന് കാരണക്കാരായവരെ എല്ലാവരോടും ക്ഷമിക്കുക എന്ന് പറഞ്ഞ എത്ര മഹത്തായ ക്ഷമയാണത്. അദ്ദേഹം പുറത്തേക്ക് തിരിച്ചു വരുമ്പം അദ്ദേഹത്തിന്റെ എല്ലാ ആങ്കറും റിവെഞ്ചും കാണിക്കും. തിരിച്ചു വന്ന് അധികാരത്തിലേക്ക് കയറുമ്പം ഇതെല്ലാം കാണിക്കുന്ന എല്ലാവരും വിചാരിച്ചിരുന്നു. ബട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചത്. മണ്ടേല തിരിച്ചു വന്നു, സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റായി. എന്നിട്ട് ആരൊക്കെയാണോ ആ പ്രസിഡന്റ് അദ്ദേഹത്തെ അദ്ദേഹം ജയിലിൽ കിടന്ന പ്രസിഡന്റ്, ജയിൽ അധികാരികൾ എല്ലാവരും അദ്ദേഹം പ്രസിഡൻഷ്യൽ ഇനാഗുറേഷൻ ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആളുകൾ ഷോക്ക്ഡ് ആയി പോയി. ഒരു ജേർണലിസ്റ്റ് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഹൗ ക്യാൻ യു ഫൊർഗിവ് പീപ്പിൾ ഹു ട്രീറ്റഡ് യു സോ ബാഡ്ലി? അപ്പോൾ മണ്ടേല ചിരിച്ചുകൊണ്ടിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞതാണ്, വെൻ ഹി വാക്ക്ഡ് ഔട്ട് ഓഫ് ദ പ്രസൻ ഗേറ്റ് ഐ ന്യൂ ഡിഡ് നോട്ട് ലീവ് മൈ ബിറ്റർനെസ് ആൻഡ്
behind, I would still be in prison. ഞാൻ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ആ ജയിലിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ഞാൻ വീണ്ടും ജയിലിൽ തന്നെയല്ലേ? ഞാൻ വീണ്ടും ജയിലിലാണ്, ജയിലിൽ തന്നെ കിടക്കുകയല്ലേ? ഞാൻ ഇറങ്ങി പുറത്ത് ഞാൻ റിലീസായെന്ന് എനിക്ക് എങ്ങനെയാണ് ഞാൻ പ്രസിഡന്റ് പുറത്തു എന്ന് എനിക്ക് പറയാൻ പറ്റുക? ഞാൻ വീണ്ടും ഈ ഇമോഷന്റെ, ഈ പാപത്തിന്റെ തടവറയിൽ ഞാൻ കിടക്കുകയെന്നാണ് ചോദിച്ചത്. എത്ര മനോഹരമാണല്ലേ! എങ്ങനെ ഒരു 27 വർഷത്തെ പണിഷ്മെന്റ് തന്ന മനുഷ്യരെടുത്ത് അവിടെ ക്രൂവൽറ്റി കാണിച്ചവരോട് അങ്ങനെ ക്ഷമിക്കാൻ കഴിയുക എന്ന് പറയുന്നത് എത്ര എത്ര വലിയ കാര്യമാണ്. ഒരു ഓർഡിനറി പീപ്പിൾ കാൺ ഡു ദിസ്. ഒരിക്കലും പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് പാസ്റ്റിനെ മാറ്റലല്ല, സത്യം പറഞ്ഞു. ഇറ്റ് ചേഞ്ച് ദ പവർ ദ പാസ്റ്റ് ഹാസ് ഓവർ യുവർ ലൈഫ്. നമ്മൾ പാസ്റ്റിനെ, കഴിഞ്ഞ കാലത്തെ നമുക്ക് മറക്കാൻ, കഴിഞ്ഞ കാലത്തിന്റെ ഭാരത്തിൽ നിന്ന് നമ്മൾ മാറാനാണ് ഈ ഫൊർഗീവ്നെസ് യൂസ് ചെയ്യുന്നത്. മണ്ടേല വളരെ ഡീപ്പർ ലെവലിൽ വിസ്ഡം കിട്ടിയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് വളരെ വേൾഡ് ഫേമസ്, വളരെ എല്ലാവരും അത് കോട്ട് ചെയ്തിട്ടുള്ളതാണ്. അൺഫോർഗീവ്നെസ് കീപ്സ് ദ പ്രിസണർ ലോക്ക്ഡ് ഇൻസൈഡ് ഓൺ ഹാർട്ട്. നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ തടവുകാരനാണ്, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ തടവുകാരനാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഹൃദയത്തിന്റെ, നിങ്ങളുടെ തന്നെ സ്വന്തം ഹൃദയത്തിന്റെ തടവറയിലാണ്. സോ ആസ്ക് യുവർ സെൽഫ്, നമ്മൾ ഏതെങ്കിലും ഏരിയയിൽ നമ്മുടെ ഹൃദയത്തിന്റെ തടവറയിൽ നമ്മളെ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്വയം ചോദിച്ചു നോക്കണം. ഒരു ഡീപ്പ് സെൻസ് ആണ് ഇതിനകത്തുള്ളത്. സോ ഇതുമായിട്ട് നൂർ വിത്തിൻ എന്ന് പറയുന്നത്, നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ തടവറയിലാണ് നമ്മൾ കിടക്കുന്നത്, അവിടെ പ്രകാശമില്ല. നമ്മളെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമെങ്കിൽ, പ്രകാശം വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമിക്കണം. നമ്മൾ ക്ഷമിച്ച് തന്നെ ആകണം. അപ്പോൾ നമ്മൾ എല്ലാത്തിനും ഫ്രീ ആയി നമ്മൾ ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു മനസ്സുണ്ടാകണം. നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്, ലോ ഓഫ് ഫൊർഗീവ്നെസിന്റെ 7 ലോയിൽ ഒന്നാമത്തത് ദ ലോ ഓഫ് ഇന്നർ ഫ്രീഡം എന്നാണ്. ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന വീക്ക്നെസ്സിലെ ഇറ്റ് ഈസ് സ്പിരിച്വൽ ഇന്റലിജൻസ് എന്നാണ് പറയുന്നത്. സ്പിരിച്വൽ, ഇപ്പൊ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ട്, നമുക്ക് ഇന്റലിജൻസ്, മെന്റൽ ഇന്റലിജൻസ് ഉണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ട്. സ്പിരിച്വൽ ഇന്റലിജൻസ് വേണമെങ്കിൽ നമ്മൾ ഫൊർഗീവ് ചെയ്യണം. അതിലൂടെയാണ് നമുക്ക് സ്പിരിച്വൽ ഇന്റലിജൻസ് ഉണ്ടാകുന്നത്. വെൻ വി ഫൊർഗീവ് വി ഡു നോട്ട് ഫ്രീ ദ അതർ പേഴ്സൺ ഫസ്റ്റ്. നമ്മൾ ഫൊർഗീവ് ചെയ്താൽ മാത്രം, അല്ലെ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ ആദ്യം ഫൊർഗീവ് ചെയ്യണം. ആദ്യം നമ്മൾ ഫൊർഗീവ് ചെയ്യണം. ലോ ഓഫ് ഇന്നർ ഫ്രീഡം എന്ന് പറയുന്നത്, when you forgive, you release yourself from emotional prison. നിങ്ങളുടെ വികാരങ്ങളുടെ തടവറയിൽ നിന്ന് നിങ്ങൾ മോചിപ്പിക്കുന്നതാണ് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു വലിയ ഭാരമുള്ള കല്ലെടുത്ത് നമ്മുടെ നെഞ്ചിൽ വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെയാണ് ഫൊർഗീവ് ചെയ്യാത്തവരുടെ നെഞ്ചിനകത്തുള്ള ഭാരം. ഫൊർഗീവ്നെസ് റിമൂവ് ദ വെയിറ്റ്. ആ ഭാരമെല്ലാം പുറത്തേക്ക് കളയും ഫൊർഗീവ് ചെയ്താൽ. ഖുർആനിൽ പറയുന്നുണ്ട്, ലെറ്റ് ദ പാർഡൺ ആൻഡ് ഓവർലുക്ക്. ഡു യു നോട്ട് വിഷ് ദാറ്റ് അള്ളാഹ് ഷുഡ് ഫൊർഗീവ് യു? പടച്ചോൻ നിനക്ക് പുറത്തു തരുന്നതിന് നീ ആഗ്രഹിക്കുന്നില്ലേ? നിന്നോട് പുറത്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ മറ്റുള്ളവരോട് പുറത്തു കൊടുക്കണമെന്നാണ് പറയുന്നത്. എഗെയിൻ നമ്മൾ ലോ ഓഫ് ഫൊർഗീവ്നെസ്സിൽ ഫൊർഗീവിങ് അതേഴ്സും ഫൊർഗീവിങ് സെൽഫും രണ്ടും ഒരുമിച്ച് വരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഇന്നർ ഫ്രീഡം. ഇന്നർ ഫ്രീഡം വേണമെങ്കിൽ നമ്മൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ വലിയ കല്ലെടുത്ത് നമ്മുടെ നെഞ്ചിൽ വെച്ചാൽ എങ്ങനെയാണോ ആ ഇമോഷണൽ പ്രിസണിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫൊർഗീവ് ചെയ്യണം. ദെൻ രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ദ ലോ ഓഫ് ഇമോഷണൽ ക്ലെൻസിങ്. ദ ലോ ഓഫ് ഇമോഷണൽ ക്ലെൻസിങ്. അൺഫൊർഗീവ്നെസ്, അതായത് നമുക്ക് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളോട് തന്നെയും മറ്റുള്ളവരോടും സ്ട്രെസ് ഉണ്ടാകുന്നു, ആങ്കർ ഉണ്ടാകുന്നു, ആങ്സൈറ്റി ഉണ്ടാകുന്നു, ഇമോഷണൽ ഹെവിനെസ് ഉണ്ടാകുന്നു. ഫൊർഗീവ്നെസ് ക്ലീൻസ് ദ ഹാർട്ട്. ഹൃദയം ഒരുപാട് ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമാണ് ഫൊർഗീവ്നെസ്. റംസാൻ ഇസ് എ ടൈം ഓഫ് ഇന്നർ പ്യൂരിഫിക്കേഷൻ. നമ്മളെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സമയമാണ് റംസാൻ. ഏറ്റവും നല്ല സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇപ്പൊ നമ്മൾ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇത്രയും റിസൾട്ട് കിട്ടൂല.
നമ്മുടെ ഹാർട്ട് ക്ലീൻ ആണെങ്കിൽ ബർക്കത്ത് എൻറ്റേഴ്സ് ഇൻ ലൈഫ്. അതായത് നമ്മൾ കൂടുതൽ പ്രോസ്പിരിറ്റിയും അബൻഡൻസും നമ്മുടെ ലൈഫിലേക്ക് വരും, ബർക്കത്ത് വരും. അത് ക്ലീൻ ആകാതെ ബർക്കത്ത് വരില്ല. സോ ഇനിയും ബാക്കി എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെൻസ് ചെയ്യുക. മൂന്നാമത്തെ ദ ലോ ഓഫ് സെൽഫ് ഹീലിംഗ്. നമ്മളെ ഹീല് ചെയ്യാൻ ഏറ്റവും നല്ല ലോ, ഏറ്റവും നല്ല രീതിയാണ്, ഏറ്റവും നല്ല മെത്തഡോളജിയാണ് ഫൊർഗീവ്നെസ്. ആളുകളെ കൂടുതലും ധരിക്കുന്നത് ഫൊർഗീവ് ചെയ്താൽ റിലേഷൻഷിപ്പ് നന്നാകുമെന്നാണ്. ബട്ട് ഫസ്റ്റ് ഹീൽ ദ പേഴ്സൺ ഹൂ ഫൊർഗീവ്. അപ്പൊ ഞാൻ ഒരാൾ എന്നോട് തെറ്റ് ചെയ്തു, ഒരാൾ എന്നെ വേദനിപ്പിച്ചു, ഞാൻ അയാൾക്ക് മാപ്പ് കൊടുത്താൽ ആ ബന്ധം നന്നാവും. അതാണ് ആദ്യത്തെ കാര്യം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അല്ല, ഫൊർഗീവ് ചെയ്യുന്ന മൊമെന്റ് ഞാൻ ആദ്യം എന്നെ ഹീൽ ചെയ്യാണ് ചെയ്യുന്നത്. ആരാണോ ഫൊർഗീവ്നെസ് കൊടുക്കുന്ന വ്യക്തി, അവര് ഹീല് ചെയ്യപ്പെടും. സൈക്കോളജി പറയുന്നത് തന്നെയാണ്. സ്ട്രെസ് ഹോർമോൺ കുറയുന്നു, മെന്റൽ പീസ് കൂടുന്നു, ഇമോഷണൽ റെസീലിയൻസ് ഉണ്ടാകുന്നു. ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മളെ ആത്മാവിന്റെ മെഡിസിൻ ആണെന്നാണ് പറയുന്നത്. ആത്മാവ് മുറിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആത്മാവ് വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആത്മാവ് എവിടെയെങ്കിലും കൊണ്ട് സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആത്മാവ് എവിടെയെങ്കിലും കൊണ്ട് ഏതെങ്കിലും കുറ്റിയിൽ കൊണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് ഫൊർഗീവ്നെസ്, മെഡിസിൻ ടു അവർ സോൾ. അപ്പോൾ നമ്മൾ ക്ഷമിക്കാത്ത ആത്മാവും കൊണ്ടാണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ജസ്റ്റ് തിങ്ക്. ആ മുറിപ്പെട്ട ആത്മാവുമായിട്ടാണ് നമുക്കൊരിക്കലും ശാന്തി എന്ന് പറഞ്ഞ സാധനം കിട്ടത്തില്ല. ഈമാൻ കിട്ടൂല നമ്മൾ അറബിൽ പറയും. റിലീജിയസ് പെർസ്പെക്റ്റീവ് ഈമാൻ കിട്ടാതെ പോകുന്നത്. സോ ഓൾവേസ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഫൊർഗീവ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. മുറിവേറ്റ ആത്മാവുമായിട്ട്, ട്രീറ്റ് ചെയ്യപ്പെടാത്ത ആത്മാവുമായിട്ട് നമുക്ക് ഒരിക്കലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈമാൻ കിട്ടാതെ പോകും. അതുകൊണ്ട് സോ അടുത്ത ലോ എന്ന് പറയുന്നത് മാറ്റിവെക്കും ഫൊർഗീവ് ചെയ്യാൻ. പിന്നീട് ഫൊർഗീവ് ചെയ്യാൻ പറഞ്ഞിട്ട് എപ്പോഴാ മരണം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. സോ ഓൾവേസ് റെഡി ടു ഫൊർഗീവ്. ഓരോ മൊമെന്റിലും ഇസ്തിഗ്ഫാറിനെ തേടുക, അസ്തഗ്ഫിറുല്ലാ പറയുക, ഐ എം സോറി പറയുക. ഓരോ സെൽഫ് ആൻഡ് അതേഴ്സ് ക്ലെൻസ് ചെയ്ത് പോകണം. വളരെ നല്ലതാണ്. നമ്മൾ ഒരു ഭാരമില്ലാത്ത ഒരവസ്ഥയിൽ ക്ലീനാണ് നമ്മുടെ മനസ്സും ആത്മാവെങ്കിൽ എത്ര നല്ലതാണ്. നമുക്ക് ഭയമില്ലാത്ത ഒരവസ്ഥയായിരിക്കും, വളരെ പ്യുവർ ആയിരിക്കും നമ്മൾ, പ്യുവർ. നാലാമത്തെ ലോ, ദ ലോ ഓഫ് ഡിവൈൻ മേഴ്സി, ദയ. അള്ളാഹുവിന്റെ മേഴ്സി, ദയ എന്ന് പറയുന്നത് പേര് കേട്ടതാണ്, ദൈവത്തിന്റെ ദയ. ദ പ്രോഫിറ്റ് വൺസ് സെഡ്, ഷോ മേഴ്സി ടു ദോസ് ഓൺ എർത്ത്, ദ വൺ എബോവ് ദ ഹെവൻ വിൽ ഷോ മേഴ്സി ടു യു. ഭൂമിയിലുള്ളവരോട്, അത് ബൈബിളിലും പറയുന്നുണ്ട് ഇതേ വചനം, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയവ് കാണിച്ചാൽ ആകാശത്ത് നിന്നും നിങ്ങൾക്ക് ദയവ് കിട്ടും, കൂടുതൽ ദയവ് കിട്ടും. നിങ്ങളുടെ പാവത്തെ ദൈവം പുറത്തു തരുമെന്ന്. When we forgive others, we open the door to Allah's mercy. നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കൂല, എന്നിട്ട് നമ്മൾ എന്നെ രക്ഷിക്കണേ, എന്നെ കാത്തോളെ, എന്റെ പാവങ്ങൾ പൊറുക്കണമേ. എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷമിച്ചു കൊടുക്കാതെ ചെന്ന് ചോദിക്കാൻ? നാണമുണ്ടോ നമുക്ക് ചോദിക്കാൻ? ഇല്ല. ആ അവയർനെസ് ഇല്ലാതെ നമ്മൾ വീണ്ടും ചോദിക്കും. എന്നാലും തമ്പുരാനെ, അപ്പുറത്ത് വീട്ടർ ഇതെല്ലാം എന്നെ നേരെ ചെയ്തു, തമ്പുരാനെ എന്നെ രക്ഷിക്കണേ, എന്നെ മാത്രം രക്ഷിക്കണേ, നടക്കുന്ന കാര്യമില്ല. അവിടെ നമ്മുടെ ആത്മാവ്, മുറിപ്പെട്ട ആത്മാവായിട്ട് പടച്ചവന്റെ മുന്നിൽ നിന്ന് ദുആ ചെയ്യാനുള്ള യോഗ്യത നമുക്കില്ല. അതുകൊണ്ട് ആദ്യത്തെ ഡിസർവബിലിറ്റി കിട്ടുന്നത് നമ്മൾ ഫൊർഗീവ് ചെയ്യുമ്പോഴാണ്. ദ ലോ ഓഫ് ലെറ്റിംഗ് ഗോ. ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യലാണ്, പക്ഷേ ഫൊർഗോട്ടൻ ദ ലെസൺ എന്നുള്ളതല്ല. പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ മറന്നോളൂ, പക്ഷെ ആ പാഠം നിങ്ങൾ മറക്കരുത്. അലോയിങ് റിപ്പീറ്റഡ് ഹാം. അതായത് ഫീലിംഗ് ഓർ ഫ്രീയിങ് യുവർ ഹാർട്ട് ഫ്രം ബർഡൻ ഓഫ് ദ റീസെന്റ്മെന്റ്. ഒരാൾ നമ്മളെ ചതിച്ചു, നമ്മൾ വളരെ ട്രസ്റ്റ് ചെയ്തു, അയാളുടെ ആപത്ത് സമയത്ത് നമ്മൾ അയാളെ സഹായിച്ചു, നമ്മൾ പൈസ കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക, ചോദിച്ച് തിരിച്ചു തന്നിട്ടേ ഇല്ല. പല പ്രാവശ്യം നമ്മൾ ചോദിച്ചു, തിരിച്ചു തന്നില്ല. മാത്രമല്ല നമ്മളെ ഉപദ്രവിക്കുകയും നമ്മളെ അപകടപ്പെടുത്താനൊക്കെ ശ്രമിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ ഫൊർഗീവ് ചെയ്യണം, പക്ഷെ അത് മറക്കരുത്. ആ ലേണിംഗ് നമ്മൾ എടുത്തു കാരണം ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യരുത്. ഇനി ഒരിക്കൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനൊരു ലെസൺ നമ്മൾ ലേൺ ചെയ്യണം. അതാണ് ലോ ഓഫ് ലെറ്റിംഗ് ഗോ. ലെറ്റിംഗ് ഗോ ചെയ്യണം, പക്ഷെ ആ ലെസൺ
വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ഫോർ ദ ഫ്യൂച്ചർ ലൈഫ്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ ആ ഒരു പെയിൻ നമ്മൾ കൺട്രോൾ ചെയ്യാനോ നമ്മളെ വേദനിപ്പിക്കാനോ നമ്മൾ അലോ ചെയ്യത്തില്ല. പക്ഷെ മെമ്മറി അല്ലെങ്കിൽ ലെസൺ വി നീഡ് ടു ടേക്കൺ ഫ്രം ദാറ്റ് ഇൻസിഡൻറ്റ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് യൂസ്ഫുൾ ആവും. അഞ്ചാമത്തെ ലെസൺ ഓർ 5 or 6 ദ ലോ ഓഫ് സ്പിരിച്വൽ എവല്യൂഷൻ. ആറാമത്തെ ദ ലോ ഓഫ് സ്പിരിച്വൽ എവല്യൂഷൻ. അതായത് നമ്മൾ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ, അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഫൊർഗീവ് ചെയ്തേ പറ്റൂ. ഏറ്റവും കൂടുതൽ ഫൊർഗീവ്നെസ് ചെയ്താൽ, ക്ഷമിക്കുന്ന, സ്വയത്തെയും മറ്റുള്ളവരോട് ക്ഷമ കാണിക്കുന്നവർക്ക് ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്താൻ പറ്റും. സോറി, ആങ്കറും റീസെന്റ്മെന്റും ലോ ലെവൽ എനർജിയിലുള്ളവരാണ്. പക്ഷെ ഫൊർഗീവ്നെസ്, പീസ്, ലവ് എന്നൊക്കെ പറയുന്നത് ഹയർ എനർജിയാണ്. ഫൊർഗീവ്നെസ് ആണ് സ്പിരിച്വൽ എവല്യൂഷന്റെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഫൊർഗീവ് ചെയ്തേ പറ്റൂ. ഈ സന്യസിക്കാൻ പോകുന്നവരൊക്കെ എങ്ങനെയാണ്? അവരാദ്യം എന്താ ചെയ്യുന്നറിയാവോ? സന്യാസത്തിന് പോകുന്നവര് അവര് ഫസ്റ്റ് ചെയ്യുന്നത് അവര് മാപ്പ് ചോദിക്കും. യെസ്, എല്ലാവരോടും പോയി മാപ്പ് ചോദിക്കും. അല്ലെങ്കിൽ അവർക്ക് ഹയർ ലെവൽ കോൺഷ്യസ്നെസ്സിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാനേ പറ്റത്തില്ല. ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നത്. ഈ വെട്ടുന്ന നമ്മൾ മുറിക്കാൻ പോകുന്ന ഒരു മരത്തിനോട് പോലും അനുവാദം ചോദിച്ച് മാപ്പ് ചോദിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് വെട്ടണമെന്നൊരു കൾച്ചറാണ് ഭാരത സംസ്കാരത്തിനുള്ളത് തന്നെ. സംതിങ് വെരി ഡിവൈൻ. അപ്പം അത് ആ ചോദിക്കുക എന്ന് പറയുന്നത് അതിൽ വസിക്കുന്ന ഒട്ടനവധി ബേർഡ്സും അനിമൽസും ഉണ്ടാവും ആ ഒരു മരത്തിന്റെ തണലിൽ ജീവിക്കുന്നത്. ആ പെർമിഷൻ ചോദിക്കുന്നത് അവരോട് കൂടി പെർമിഷൻ ചോദിക്കാനാണ്. അങ്ങനെ പോലും വേറൊരാളുടെ ലൈഫിലേക്ക് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് പോകണമെങ്കിൽ, സ്പിരിച്വലി ഇവോൾവ് ചെയ്യണമെങ്കിൽ, ബോധം എക്സ്പാൻഡ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ക്ഷമിക്കണം. ക്ഷമ ഉണ്ടാക്കി വെക്കുന്ന മുറിവ് വളരെ വലുതാണ്. അത് ഹീല് ചെയ്യപ്പെടാതെ നമുക്ക് ഒരു കാര്യത്തിലേക്കും പോകാൻ പറ്റില്ല. പക്ഷെ ക്ഷമിക്കേണ്ട ഒരാള്, അതായത് ഒരുപാട് ആങ്കറും റീസെന്റ്മെന്റും ഒക്കെ ഉള്ള ഒരാള് ബിസിനസ്സിലേക്ക് പോയാലുള്ള പ്രശ്നം എന്താണ്? പുതിയൊരു ബിസിനസ് തുടങ്ങി. പഴയ ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഒക്കെ ഒഴിവാക്കി പുതിയ ബിസിനസ്സിലേക്ക് പോയി. ആ പാർട്ട്ണറുമായിട്ടൊക്കെ ഡെയിലി ഇഷ്യൂ ആയിരുന്നു. പുതിയ ബിസിനസ്സിൽ പോയി എന്താ സംഭവിക്കുക? ക്ഷമിക്കാതെയാണ് പോകുന്നതെങ്കിൽ എന്താ സംഭവിക്കും? സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. സൈക്കിൾ തന്നെ റിപ്പീറ്റ് ചെയ്യും. എല്ലാത്തിലും ഈ സൈക്കിൾ തന്നെ റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ആ ഐഡന്റിറ്റി നമ്മൾ മാറണം. ഐഡന്റിറ്റി അസറ്റും ലയബിലിറ്റിയും ഉണ്ട്. ഐഡന്റിറ്റിയുടെ അസറ്റ് കൂട്ടണം. നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന ഐഡന്റിറ്റിനെ ലീവ് ചെയ്ത് കളയണം. അപ്പൊ റിലേഷൻഷിപ്പിലുണ്ടാവും, മണിയിലുണ്ടാകും, കരിയറിലുണ്ടാകും, ബിസിനസ്സിലുണ്ടാകും, എല്ലായിടത്തും ഈ പാറ്റേൺ ഉണ്ടാകും ഫൊർഗീവ് ചെയ്തില്ലെങ്കിൽ. സ്പിരിച്വൽ എവല്യൂഷൻ വേണമെങ്കിൽ നമ്മൾ ഫൊർഗീവ്നെസ് വേണം. ഏഴാമത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഇന്നർ ലൈറ്റ്. നൂർ, പ്രകാശം, ഇന്നർ ലൈറ്റ്. ദ ഹാർട്ട് ഫുൾ ഓഫ് റീസെന്റ്മെന്റ് ബിക്കം ഹെവി. നമുക്ക് ഭയങ്കര ദേഷ്യമുണ്ട്, മറ്റുള്ളവരോടുള്ള അമർഷമുണ്ട്. ഇത് ഫൊർഗീവ് ചെയ്താൽ മാത്രമേ നമുക്ക് പീസും ലൈറ്റും പ്രകാശവും ഒക്കെ വരുള്ളൂ. നമ്മൾ നൂർ വിത്തിനെ നോക്കും നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം എന്നാണ്. ആ പ്രകാശം വരണമെങ്കിൽ നമ്മൾ ഫൊർഗീവ് ചെയ്യണം. ഞാൻ ഈ ഫൊർഗീവ്നെസ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇത് ചെയ്തില്ലെങ്കിൽ ഒരു അടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ഫൊർഗീവ്നെസ് നമ്മളുടെ ഹൃദയത്തിലൊരു ഡിവൈൻ ലൈറ്റ് പ്രകാശിക്കുന്നതിന് നമ്മളെ സഹായിക്കുക. അല്ലെങ്കിൽ ഫൊർഗീവ്നെസ് ചെയ്ത ഹൃദയത്തിലാണ് ആ ഡിവൈൻ ലൈറ്റ് പ്രകാശിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഈ 7 ലോസ്, ഒരിക്കൽ കൂടി പറയാം, 7 ലോസും: ലോ ഓഫ് ഇന്നർ ഫ്രീഡം, ദ ലോ ഓഫ് ഇമോഷണൽ ക്ലെൻസിങ്, ദ ലോ ഓഫ് സെൽഫ് ഹീലിംഗ്, ദ ലോ ഓഫ് ഡിവൈൻ മേഴ്സി, ദ ലോ ഓഫ് ലെറ്റിംഗ് ഗോ, ദ ലോ ഓഫ് സ്പിരിച്വൽ ഇവല്യൂഷൻ, ദ ലോ ഓഫ് ഇന്നർ ലൈറ്റ്. അപ്പൊ നന്നായി നമുക്ക് ഫൊർഗീവ് ചെയ്യാനും ക്ഷമിക്കാനും കഴിയണം. ഇനി ഇത് ഫൊർഗീവ്നെസ്സിന്റെ ലാസ്റ്റ് സെഷനാണെന്ന്. ഫൊർഗീവ്നെസ് ആക്ടിവിറ്റി ഞാൻ ഗ്രൂപ്പിലിടും. നമ്മൾ അബൂബക്കർ സിദ്ദീഖിന്റെ ഒരു സ്റ്റോറി ഖുർആനിൽ, അതായത് ഇതിൽ പറയുന്നു, വളരെ
വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഖുർആൻ പറയുന്നൊരു കാര്യം. അതായത് അദ്ദേഹം വളരെ ക്ഷമിക്കുന്നവനും ഉദാരമനസ്കനും ദയാലുവൊക്കെ ആയിട്ടുള്ള ആളാണ് അബൂബക്കർ സിദ്ദീഖ്. അദ്ദേഹത്തിന്റെ മകളെയാണ് പ്രോഫിറ്റ് മുഹമ്മദ് കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ഭാര്യ. അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു അതായത് പ്രോഫിറ്റിന്റെ തന്നെ മുഹമ്മദിന്റെ തന്നെ ഒരു അനുയായി അല്ലെങ്കിൽ സഹാബാക്കൾ എന്നാണ് പറയുന്നത്. അവരിൽ ഒരാൾക്ക് ഫിനാൻഷ്യലി വളരെ എന്ന് വെച്ചാൽ വളരെ പുവറായിട്ട് വളരെ പാവപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം അതായത് അയാളെ അദ്ദേഹത്തെ മിസ്താഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അയാൾക്ക് സാമ്പത്തികമായി സഹായം ചെയ്തു കൊടുക്കുന്നത് അബൂബക്കർ സിദ്ദീഖാണ്. അപ്പോൾ മിസ്താഖ് എന്ന് പറയുന്ന ആൾ വളരെ പോറാണ്, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ്. അപ്പം റെഗുലറായിട്ട് എല്ലാ മാസവും ഒരു എമൗണ്ട് കാശ് അദ്ദേഹത്തിന് കൊടുക്കും, ഫാമിലിക്ക് ചെലവിന് കൊടുക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റിൽ മദീനയിൽ ഒരു ഇഷ്യൂ വരുന്നു, ഒരു റൂമർ വരെയാണ്. അതായത് ആയിഷയെക്കുറിച്ച്. ആയിഷ എന്ന് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെ മകളും പ്രോഫിറ്റ് മുഹമ്മദിന്റെ വൈഫുമാണ്. അപ്പോൾ ഒരു ഒരു നുണപ്രചാരണം നടക്കും പിന്നെ മദീനയിൽ. ആ സമയത്ത് ഈ ഒരു പ്രശ്നം ഈ അബൂബക്കർ സിദ്ദീഖിന് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഇതിന് നേതൃത്വം കൊടുത്തത് ഈ മിസ്താഹാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ മാസവും വന്ന് പൈസ വാങ്ങിക്കൊണ്ട് പോകുന്നു, വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നു, സഹായങ്ങൾ എപ്പോഴും വാങ്ങിക്കൊണ്ട് പോകുന്ന ആ മനുഷ്യനാണ് ഈ നുണ പ്രചാരണത്തിന് ഏറ്റവും കൂടുതൽ മുൻകൈ നിന്നതും ആളുകളിലേക്ക് അത് എത്തിച്ചതും. അപ്പൊ ഇത് അബൂബക്കർ സിദ്ദീഖിന് വലിയ ഷോക്ക്ഡായിപ്പോയി. ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത്, മാത്രമല്ല എൻ്റെ ബന്ധത്തിലുള്ള ഒരാളാണ്, ഇങ്ങനെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് എൻ്റെ മകളെക്കുറിച്ച് ഇങ്ങനെ പറയുക, അതും പ്രോഫിറ്റിന്റെ ഭാര്യയായിട്ട്, റസൂലുള്ളാഹിയുടെ ഭാര്യയായിട്ട് പോലും ഇങ്ങനെ പറയാന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഡീപ്ലി ഹേർട്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പടച്ചോനെ സാക്ഷി നിർത്തി, ഐ സ്വയർ ബൈ അള്ളാഹ്, പടച്ചോനെ സാക്ഷി നിർത്തി പറയുകയാണ്, ഞാൻ ഇനി ഒരിക്കലും മിസ്താദിന് ഞാൻ ഹെൽപ്പ് ചെയ്യത്തില്ല, സഹായിക്കത്തില്ല എന്ന് ഒരു പ്രോമിസ് എടുക്കണം, സത്യം ചെയ്യണം. ആ സമയത്ത് അദ്ദേഹം കേൾക്കുന്ന പടച്ചോന്റെ ഒരു വചനം, ഖുർആനിലൊരു വചനം കേൾക്കുകയാണ്. അതായത് ഖുർആനിലൊരു വചനം, ലെറ്റ് ദ പാർഡൺ ആൻഡ് ഓവർലുക്ക്, ഡു യു നോട്ട് വിഷ് ദാറ്റ് അള്ളാഹ് ഷുഡ് ഫോർഗിവ് യു. പടച്ചവന്റെ അതായത് പടച്ചവന്റെ ഭാഗത്ത് നിന്ന് നിന്റെ തെറ്റുകൾ മാപ്പ് തരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കണം, അത് ആരാണെങ്കിലും. ഈ വാചകം അബൂബക്കർ സിദ്ദീഖിനെ വല്ലാതെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, അതായത് ഈ പറഞ്ഞ ആ പ്രോമിസ് തിരിച്ചെടുക്കണത്, ആ പറഞ്ഞ സത്യം തിരിച്ചെടുക്കുകയാണ്. എനിക്ക് പടച്ചവന്റെ മാപ്പാണ് എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് ആ പൊറുക്കപ്പെടൽ ഞാൻ വിധേയനാകണം, അല്ലെങ്കിൽ എനിക്ക് മാപ്പ് ലഭിച്ചേ പറ്റുള്ളൂ. ഇഫ് യു വാണ്ട് മൈ ഫോർഗീവ്നെസ് ക്യാൻ യു ഫോർഗീവ് ആസ് വെൽ എന്ന് ചോദിച്ച പടച്ചോന്റെ ആ ഒരു ചോദ്യത്തെ, ആ ഒരു ചോദ്യം ഭയന്നുപോയി. അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ ഒരു ദേഷ്യമൊക്കെ കളഞ്ഞു. അത് തിരിച്ചറിയുന്ന മൊമെന്റിൽ തന്നെ അദ്ദേഹം ഫോർഗീവ്നെസ് ചോദിക്കുന്നത്, ബൈ അള്ളാഹ്, ഐ വാണ്ട് അള്ളാഹ് ടു ഫോർഗീവ് മീ, എന്നോട് പുറത്തു തരണം, ഞാൻ ഒരിക്കലും ഇനി അങ്ങനെ പറയില്ല. അതിനുശേഷം അദ്ദേഹം ആക്ച്വലി ഹി ഡിഡ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. അയാളോട് മിസ്താഹ് എന്ന് പറഞ്ഞ ആളോട് ഫോർഗീവ് ചെയ്തെന്ന് മാത്രമല്ല, പിന്നെയും അയാൾ കൊടുക്കാൻ പറ്റുന്ന അത്രയും കാലം അയാളുടെ ഫാമിലിക്ക് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട്, സാമ്പത്തികവും അല്ലാതെയുമുള്ള ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ പോലും റിവെഞ്ച് ചെയ്തിട്ടില്ല, ഒരു റീസെന്റ്മെന്റ് കാണിച്ചിട്ടില്ല, ഒൺലി ഫോർഗീവ്നെസ്. ഇതെന്ന് പറഞ്ഞാല് ഫോർഗീവ്നെസ് ഈസ് നോട്ട് അബൌട്ട് സേയിങ് ദേ വെയർ റൈറ്റ്, അല്ല. ആ ആള് ചെയ്തത് ശരിയാണെന്ന് പറയലല്ല ഫോർഗീവ്നെസ്. Forgiveness is about to say, I refuse to let this pain control my heart. അതെടുത്ത് എൻ്റെ നെഞ്ചിൽ വെച്ച്, എൻ്റെ ഹൃദയത്തിൽ വെച്ച് ആ ഭാരം ഞാൻ ചുമക്കാൻ ആളല്ല, ഞാൻ അത് ഫോർഗീവ് ചെയ്ത് അതും ഞാൻ അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഫോർഗീവ്നെസ് ചെയ്യാത്ത ആൾക്കാരുമായിട്ട് കണ്ടിന്യൂസ് കണക്ട് ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യും. ഫോർഗീവ് ചെയ്യാത്ത ആളുകളുമായിട്ട് എപ്പോഴും ഒരു നല്ല അകലം പാലിക്കുന്നതാണ് നിങ്ങളുടെ വളർച്ചയ്ക്ക് നല്ലത്, നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് നല്ലത്. ഫോർഗീവ് ചെയ്യാത്ത ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്, അവരുടെ എനർജി ഡിഫറെൻ്റ് ആണ്, അവരുടെ ചിന്തകൾ വ്യത്യസ്തമാണ്.
അവരുടെ ഒരു യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഏറ്റവും കൂടുതൽ സ്റ്റക്ക് ഉണ്ടാകുന്ന ആർക്കാണെന്ന് അറിയാമോ? എല്ലാ ഏരിയയിലും സ്റ്റക്കായി പോകുന്നത് ഈ ഇമോഷൻ ക്യാരി ചെയ്യുന്നവർക്കാണ്. മറ്റുള്ളവരുടെ ഇപ്പൊ ഞാൻ ഒരാളോട് ഫൊർഗീവ്നെസ് ചെയ്യാതിരിക്കുന്നു, ക്ഷമിക്കാതിരിക്കുന്നുവെങ്കിൽ ആ ആളുടെ എല്ലാ പാപത്തിന്റെയും ഒരു കർമ്മഫലം എനിക്ക് കൊണ്ട് ലഭിക്കും. കാരണം ആ എനർജി ഞാൻ ഹോൾഡ് ചെയ്യാണ്. ആ വ്യക്തിയുടെ എനർജി എൻ്റെ ഹൃദയത്തിലാണ്. ഫൊർഗീവ്നെസ് ഈസ് ഓൾവേസ് സീറ്റഡ് ഇൻ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പൊ അവിടെ നമുക്ക് ഹൃദയം തുറന്ന ഒരാളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് വൈരാഗ്യമുള്ളത് ഇപ്പം മിനിയുടെ തലേ സബീർ സാറിന്റെ അടുത്താണെന്ന് വിചാരിച്ചോളൂ. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ് മിനിയുടെ അടുത്ത് എനിക്ക് വളരെ ആഴത്തിൽ സ്നേഹം വേണം. എനിക്ക് വൈരാഗ്യം സബീർ സാറിന്റെ അടുത്താണല്ലോ, പക്ഷെ പറ്റത്തില്ല, ഒരിക്കലും നടക്കില്ല. നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് ആയി പോകും. ഫൊർഗീവ് ചെയ്യാത്ത ആൾക്കാരോട് നമ്മൾ ഒരു മിതമായ അകലം പാലിക്കുന്നതാണ് നമ്മുടെ എനർജിക്ക് നല്ലത്. നമ്മളെ സേഫ് ഗാർഡ് ചെയ്യാൻ നമ്മൾ ചെയ്യണം. ഡിസ്അസോസിയേറ്റ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ പീപ്പിൾ, ദോസ് ഹു ആർ നോട്ട് റെഡി ടു ഫൊർഗീവ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരൊരു മൂളലിന് പോലും നമ്മൾക്ക് ബുദ്ധിമുട്ട് തരും. നിങ്ങൾ അത് എങ്ങനെ മനസ്സിലായത്? കംപ്ലീറ്റ് ഫൊർഗീവ് ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, മാം ഫൊർഗീവ് ചെയ്യാത്ത ഒരാൾ അടുത്തൂടെ പോയാൽ പോലും നമ്മളുടെ എനർജി വൈബ്രേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. മാം ഉം. ഞാന് ഫൊർഗീവ് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും. മാം എത്ര സമയം എടുത്ത് അത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ മാം? ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ഇടപെട്ട ആൾക്കാർ, ഞാൻ പഠിച്ച സ്കൂളിൽ ചെറുതിലെ മുതൽ ഞാൻ പഠിപ്പിച്ച മക്കള്, അവരുടെ ഫാമിലീസ് ഹീലിങ്ങിന് വിധേയമായപ്പോ കംപ്ലീറ്റ് ഫൊർഗീവ് ചെയ്തു എന്നുള്ളതാണ്. എത്രത്തോളം ഭാരം ആ ഹൃദയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് എന്ന് ആ ഒരു ഇമോഷണൽ ത്രെഡ് കട്ട് ചെയ്ത് അപ്പം മനസ്സിലാക്കി. എത്ര നല്ല ഫീലിങ്സ് ആയിരുന്നെന്നറിയോ? അത് ഞാൻ വേറൊരു എക്സ്പീരിയൻസ് അല്ലേ മാം? അതെ, എൻ്റെ ലൈഫിൽ ഞാൻ പറയുന്നത് അറിയാതെ ഇപ്പം നമ്മളോട് പെരുമാറിയിരിക്കാം. പക്ഷെ അതിനൊരു റീസൺ ഉണ്ടായിരിക്കാം, അതെ അതിന്റെ പെയിൻ ഉണ്ടായിരിക്കാം, അതിന് അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അത് മനസ്സിൽ കൊണ്ട് നടക്കരുത് ആരും. നീ ആ നിങ്ങളോട് സെയിം ഡേ തന്നെ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് അല്ലേ അതെ മാം? ഉറങ്ങാൻ അതെ പോകുന്നതിന് മുമ്പ്. ഉറങ്ങാൻ പോകുന്നതിന് അന്ന് തന്നെ നിങ്ങൾ അങ്ങ് ക്ഷമിച്ചു കൊടുക്കുക. നമ്മൾക്ക് ഭാരമില്ലാത്ത മനസ്സുമായിട്ട് നമുക്ക് ഉറങ്ങണമെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ. ഇത് അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ഞാൻ പറയുന്നത്. അപ്പോ നമുക്ക് തന്നെ അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു സ്ത്രീ അവർക്ക് ഒറ്റ മകനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരു അടിപിടി, ആ സ്ഥലത്തുണ്ടായ ഒരു പ്രശ്നത്തില് അവനെ ഒരു അഡോളസൻ പീരീഡ്, കൗമാരത്തിൽ പയ്യനാണ്, ഒറ്റ മകൻ. അപ്പൊ അവരുടെ ആ ഒരു ലൊക്കാലിറ്റിയിൽ വലിയ പ്രശ്നം നടക്കുന്നു. അബദ്ധത്തില് വേറെ 2-3 പേര് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവനാണെന്ന് തെറ്റിദ്ധരിച്ച് ആ പ്രശ്നക്കാരിൽ ഒരാള് ഈ പയ്യനെ തലക്കടിച്ച് കൊന്നു കളഞ്ഞു. ഒറ്റ മകനേ ഉള്ളൂ. അയ്യോ. ഈ സ്ത്രീക്ക് അത് താങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ പയ്യൻ, പോലീസ് വന്ന് പയ്യനല്ല, അവനെ കൊണ്ടുപോയി ജയിലിൽ കിടക്കുകയാണ്. ആദ്യത്തെ 1 വർഷം ഈ സ്ത്രീ പുറത്തിറങ്ങാതെ പ്രാഗിയും അലച്ചും ദേഷ്യപ്പെട്ടും അവന്റെ കുടുംബം മുഴുവൻ എന്തൊക്കെയാകണോ അതൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുക. 2-ാമത്തെ വർഷം പിന്നെ അവർക്ക് മനസ്സിലായി, ഓരോ വർഷം കഴിയുന്നോറും ഇവരാണ് ആ ഭാരം കൂട്ടിയിട്ട് അവർക്ക് ഇരുന്നിടത്ത് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത് ഒരു സിസ്റ്റർ ചെന്നിട്ട് പറഞ്ഞ്, നീ ക്ഷമിക്കും മോളെ, അല്ലാതെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നീ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ക്ഷമിച്ചു, നീ പുറത്തു മാപ്പ് കൊടു, അല്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ല, നിന്റെ ഹൃദയം പൊട്ടും, ആ തരത്തിലേക്ക് ഭാരം നിന്റെ നെഞ്ചിലായിട്ടുണ്ടെന്ന്. അടുത്ത 3-4 ദിവസം കഴിഞ്ഞിട്ട് ഈ കുറേ ദിവസം ഇവർ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചു. എന്നിട്ട് അവരൊന്നുകൂടെ പറഞ്ഞു, നിന്റെ അടുത്തുനിന്ന് പോയ മകൻ അവരെ സമാധാനം കിട്ടണമെങ്കിൽ, ദൈവം നിന്റെ കൂടെ നിൽക്കണമെങ്കിലും നീ ക്ഷമിച്ചു കൊടുത്തേ പറ്റൂ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഈ സ്ത്രീ ആ ജയിലിൽ പോയിട്ട് ഒറ്റ സെന്റൻസേ പറഞ്ഞുള്ളൂ, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. ആ ജയിലിൽ കിടക്കുന്ന ചെറുക്കൻ പയ്യനോട് പറഞ്ഞു, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. അവര് പറയാണ്, അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്ന ആ മൊമെന്റില് അവരുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു വലിയ സാധനം ഇറങ്ങി അങ്ങ് ഇഴഞ്ഞു പോയതുപോലെ ഫീൽ ചെയ്തു. ഇഴഞ്ഞു പോയി, ആ വാക്കാണ് യൂസ് ചെയ്തത്. എന്നെ ചുറ്റി വരഞ്ഞിരുന്നത് എന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന് ഇഴഞ്ഞു പോയി. എൻ്റെ ഹൃദയത്തിൽ നേരോ ഭാരം കല്ലെടുത്ത് ദൂരെ കളഞ്ഞ പോലെ. എൻ്റെ 2 ഷോൾഡേഴ്സും എനിക്ക് അനക്കാൻ പറ്റും, അതുവരെ എനിക്ക് അനക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇവര് തന്നെ എഴുതി കൊടുത്തു. പിന്നെ എന്തോ ഒരു
ഈ പയ്യന്റെ ഏതോ ഒരു സ്പെഷ്യൽ ഡേ വന്ന് ഈ പയ്യനെ വെറുതെ വിട്ടു. ഇവൻ ഇറങ്ങി വന്നിട്ട് ആദ്യം വന്ന ഇവരുടെ അടുത്താണ്. എന്നിട്ട് പറഞ്ഞത്, അമ്മ അമ്മയുടെ കൂടെ ഇനി ശിഷ്ടകാലം ജീവിക്കാൻ എന്നെ അനുവദിക്കണം. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ അനാഥരായ കുട്ടികളെ, അനാഥരാക്കപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള ഒരു ഓർഗനൈസേഷൻ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, രണ്ടുപേരും കൂടി ചേർന്ന്. സോ സംതിങ് ഹാപ്പൻ ഫോർ എ റീസൺ. ലൈഫിൽ എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടതാണ്, നമ്മുടെ ലൈഫിലൊക്കെ സംഭവിക്കുന്ന ഓരോന്നിനും ഓരോ കാരണമുണ്ട്. വേറെ ആൾ നമ്മളെ ഹേർട്ട് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. സോ ബെസ്റ്റ് പാർട്ട്, നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് ക്ലീൻ ഹാർട്ടായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റീസൺ കണ്ടെത്താൻ പറ്റും. ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും അപ്പുറത്ത് വേറൊരു സൈഡുണ്ട്. ലോ ഓഫ് ഈ പോൾ എന്ന് പറഞ്ഞ, അതായത് രണ്ട് പോളുകളുടെ നിയമം എന്ന് പറഞ്ഞ, രണ്ട് ധ്രുവങ്ങളുടെ നിയമം എന്ന് ഒരു യൂണിവേഴ്സൽ ലോ ഉണ്ട്. എല്ലാത്തിനും രണ്ട് സൈഡുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. എവറിത്തിങ് ഹാപ്പൻസ് റീസൺ. നമ്മൾ ക്ഷമിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്തുള്ള വിസ്ഡം നമുക്ക് കിട്ടുന്നില്ല. ആ ലൈറ്റ്, അതാണ് ലൈറ്റ് എന്ന് പറയുന്ന വിസ്ഡമാണ്. നൂർ നമ്മള് മാഡം നമ്മള് ഫൊർഗീവ് ചെയ്തു, പക്ഷെ അവരൊരിക്കലും ഫൊർഗീവ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് മാറ്റങ്ങൾ നമ്മളുടെ വരുന്നില്ലെങ്കിൽ കടം കഴിഞ്ഞു, നമ്മളുടെ കടം കഴിഞ്ഞു. ആണോ? നമ്മൾ അവിടെ എന്ത്, നമ്മൾ ഇറ്റ്സ് നോട്ട് അവർ, നമുക്ക് അത് കാര്യമേ അല്ല. നമ്മൾ ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലെൻസ് ആയി. അപ്പുറത്ത് നിൽക്കുന്ന എന്ത് സംഭവിച്ചാലും നമുക്കൊരു പ്രശ്നമില്ല. അത് നമ്മള് ഹാർട്ട് നല്ല ക്ലീൻ ആവും. അതെ അതെ, നമ്മളെ വീട് ക്ലീൻ ആയി. അവരെ വീട് വൃത്തിയാക്കിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കരയേണ്ട കാര്യമില്ല. അത് അവർക്ക് അതിന്റെ സ്മെല്ല് കിട്ടുന്ന അവർക്കല്ലേ, ആ ഡേർട്ടിനെസ് ജീവിക്കേണ്ടവരല്ലേ. നമ്മളുടെ റൂം ക്ലീൻ ആക്കി, നമ്മളുടെ വീട് ക്ലീൻ ആക്കി. മാം, യെസ്, റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം മാം. ഒരു കാര്യം പറഞ്ഞോട്ടെ. പറയൂ. മാമിനെ കാണുന്നില്ലല്ലോ. മാം, ഇതുപോലെ ഒരു ഇൻസിഡന്റ് മാം ഇപ്പൊ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞോട്ടെ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പോ അന്ന് മോന്റെ കാര്യം സംഭവം നടന്ന സമയത്ത് ബീച്ചിൽ വെച്ചായിരുന്നല്ലോ, റംദാന്റെ സമയത്ത് തന്നെ. അപ്പോ കൂടെ മക്കളുമാര് 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അഖിൽ മോനായിരുന്നു ഇത് സംഭവിച്ചത്. അപ്പോ അങ്ങനെ ആ മക്കൾ ഇത് ഫേസ് ചെയ്തല്ലോ, കൂടെ നിന്ന മക്കളും ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ച് പേര് ഞങ്ങൾ ഇവിടെ ആയിരുന്നല്ലോ, റിലേറ്റീവ്സ് ഒക്കെ ആ പോയ സമയത്തൊക്കെ ആ മക്കളോട് എങ്ങനെ ബിഹേവ് ചെയ്തെന്ന് എനിക്കും അറിയില്ല, നമുക്കും അറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ മക്കളുമാരെ 4 മക്കളെയും കൂടെ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ മൈൻഡ് വേറൊരു ഇതിലോട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ ഒരു ദിവസം അവിടെ ഇരുത്തി ക്വസ്റ്റ്യനൊക്കെ ചെയ്തിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്റെ പിറ്റേന്ന് മോനെ ഇതായിട്ട് വന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു, ആ കൂടെ ഉണ്ടായിരുന്ന മക്കൾ ആരൊക്കെ, എനിക്ക് അവരെ ഒന്ന് കാണിച്ചു തരുമോ, എനിക്ക് അവരോട് ചോദിക്കാനാ എന്നൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട് ബോധം വരുമ്പോഴേക്കും. അപ്പൊ കോളേജിൽ നിന്നൊക്കെ വന്നപ്പോൾ ഞാൻ സംസാരിച്ചു. ഓക്കെ, അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ പ്രൊഫസേഴ്സ് ഒക്കെ എന്നെ കോണ്ടാക്ട് ചെയ്ത് സെക്കൻഡ് തേർഡ് ഡേ ഒക്കെ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മാം ആ ഒരു മെസ്സേജ് ഗ്രൂപ്പിലേക്ക് ഒന്ന് അയക്കുമോന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയക്കാം. അപ്പൊ എപ്പോഴും മോന്റെ ആ നബിദിനത്തിന്റെ ജനിച്ചതും നോമ്പെടുക്കുന്ന ശീലങ്ങളും എന്നെ ഒരു നല്ലൊരു പവറിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ആസ് എ മദർ. അപ്പോ ആ സമയത്ത് തേർഡ് ഡേയില് കോളേജിൽ നിന്ന് നിരന്തരമായി എന്നെ വിളിക്കും. അപ്പൊ ചുറ്റും ആളുകളുണ്ടല്ലോ, എന്നെ ഒറ്റയ്ക്ക് ആരും വിടുന്നില്ല. അപ്പൊ ഞാൻ റൂമിലെ വാഷ്റൂമിലൊന്നും അവർ വിടില്ല, എല്ലാവരും ഇങ്ങനെ കൂടെ കൂടെ നിൽക്കും എപ്പോഴും. ഞാൻ പക്ഷെ നല്ല പ്രയർ, ഞാനും നോമ്പെടുക്കുന്ന ഒരാളാണ്. എന്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് മാം ഞാൻ എടുത്ത മെസ്സേജ്, എത്ര നല്ലൊരു മെസ്സേജ് ആ ഗ്രൂപ്പിലേക്ക് കൊടുത്തേ. ആ മക്കൾക്ക് എന്നെ കാണാൻ വരണം, പക്ഷെ അവരുടെ ഉള്ളിൽ ഭയമുണ്ട്. 108 ഡോക്ടേഴ്സ് മക്കളല്ലേ. അപ്പൊ ഞാന് കറക്റ്റായിട്ട് മാം എനിക്ക് എങ്ങനെ വേർഡ്സ് വന്നെന്ന് അറിയില്ല, ഒരു എന്താ നന്നായിട്ട് അത് സംസാരിച്ചു. ആദ്യം എടുക്കും, പെട്ടെന്ന് ഇതാവും. പിന്നെ ഞാൻ ക്ലോസ് ചെയ്യുന്ന റൂം റിലേറ്റീവ് സമ്മതിക്കുന്നില്ല, ഞാൻ കയറി ക്ലോസ് ചെയ്തിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് മാം ആ മെസ്സേജ് എല്ലാ കോളേജ് ഗ്രൂപ്പിലേക്കും വൈറലായി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, മക്കൾ വരൂ, ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ മോന് 19.5 വയസ്സ് വരെ വളർത്താൻ എനിക്ക് ദൈവം തന്നു, അത്ര നല്ല മോന്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളൊന്നും പേടിക്കണ്ട, അമ്മ സമാധാനിച്ചുള്ള, മക്കളെല്ലാവരും എന്നെ കാണാൻ വരൂ, ഞാൻ കാത്തിരിക്കാന്ന് പറഞ്ഞു. അവര് വന്നു. മാം ആ 3-ാമത്തെ ദിവസമൊക്കെ നോമ്പിന്റെ ഞങ്ങള് പിന്നെ ഹിന്ദുസ് ആണെങ്കിൽ തന്നെയും ഇവിടുന്ന് വന്നവരെല്ലാം റംദാന്റെ 3-ാമത്തെ ദിവസം ഞാൻ സഡൻ ആയിട്ട് എഴുന്നേക്കുമായിരുന്നു.
പെട്ടെന്ന് റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ അന്തളിച്ച് നിൽക്കുകയാണ്. വന്നിട്ട് റംസാന്റെ ഇതാണ് ഇഫ്താറാണ് നടത്തിയത്. ഇവിടെ വന്നവർ പറയാം അവർക്കൊരു മൈൻഡിൽ ഇത് വന്നു, മോന് ഇത്രയും ഇഷ്ടമുള്ള മോനല്ലേ, നോമ്പോടുകൂടി പോയതുമല്ലേ, അങ്ങനെ റംസാൻ ഇത് നടത്തി മാം. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് മൂന്നാമത്തെ ദിവസം എല്ലാവർക്കും ഇതിങ്ങനെ കൊടുക്കുമായിരുന്നു, ഫുഡ് എടുത്ത് കൊടുക്കും. അപ്പൊ എല്ലാവരും ഈ രാജി 2 ദിവസം കണ്ട ആളല്ലല്ലോ, പക്ഷെ എനിക്ക് എവിടുന്ന് ഒരു പവർ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ റിയൽ ആയിട്ട് അത് മുകളിൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ ഒരു സമയത്ത് കോളേജിൽ നിന്ന് അത് കഴിഞ്ഞ് 7th ഡേയിൽ മക്കള് ഞാൻ എന്റെ ഈ വോയിസ് കേൾക്കാൻ അവർ കാത്തിരിക്കുമായിരുന്നു മാം. അവരെല്ലാരും വന്നപ്പോ ഞാൻ എന്റെ റിലേറ്റീവ്സിനോട് പറഞ്ഞു, എനിക്ക് ആ മക്കൾക്ക് ഫ്രൂട്ട്സും പിന്നെ ഡേറ്റ്സും എല്ലാം വെച്ച് പാക്ക് ചെയ്ത് ബേക്കറി എല്ലാം വെച്ച് കൊടുക്കുകയും വേണം. ഒപ്പം ആ മക്കളോടൊപ്പം എനിക്ക് റംദാൻ ഇഫ്താർ ഇതാക്കണം, എല്ലാവരും നോമ്പെടുക്കണം, പറ്റുന്നവരെല്ലാം നോമ്പെടുത്ത്. എത്ര പേരെ കൊല്ലത്തൊന്നും ഇല്ല, ഒരുപാട് ഹസ്ബൻഡ് ഫ്രണ്ട്സും എല്ലാവരും വന്ന് വീട്ടിൽ നിസ്കരിച്ചു, അത് ചെയ്തു. അത് കഴിഞ്ഞ് ഈ മക്കൾ വന്നപ്പോ മാം എല്ലാവരും എന്നെ അന്തം വിടുവാണ്. ഞാൻ ചെന്ന് പൊട്ട് വെച്ചു, നല്ല ഡ്രസ്സ് ഇട്ടു, ഞാൻ ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പോ എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുക, റിലേറ്റീവ്സ് കംപ്ലീറ്റ് നോക്കുകയാണ്. എനിക്ക് ഒരു കൂസലും ഇല്ല. എനിക്ക് ആ മക്കളെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഫീലിംഗ് ആണ്. അവരെല്ലാരും വന്ന് എന്നെ ഹഗ് ചെയ്ത് അവര് എനിക്ക് ഫുഡ് വരുത്തുന്നത് ഞാൻ മക്കൾക്ക് കൊടുത്ത്. എന്താ നല്ല 7th ഡേയിലാണ് മാം, ആലോചിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ മക്കൾ എന്നെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ അവരോട് ഭയങ്കര സന്തോഷവും സ്നേഹത്തോടെ സംസാരിക്കുന്നത്. ആ മക്കൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോ 1ാമത്തെ വർഷം അപ്പൊ കോളേജ് ആ മോന് വേണ്ടി നടത്തിയ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നൊക്കെ എല്ലാം ഇനി ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങളും മാത്രം. അപ്പൊ അവര് ഒരുപാട് ചെയ്തു. എന്ന് വെച്ചാൽ ഞാനെന്നൊരു അമ്മ, അവിടുന്ന് പ്രൊഫസേഴ്സ് എല്ലാം അയക്കുന്നത്, രാജി മാം നല്ല ഹാപ്പി ആയിട്ടിരിക്കണം, എല്ലാ ട്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണം മാം, 108 മക്കളുടെ പിന്നെ അമ്മയാണെന്നുള്ള ഓർമ്മ വേണം എന്നുള്ള രീതിയിലാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. എന്നിട്ട് ആ മക്കൾ എനിക്ക് മെസ്സേജ് അയച്ച് എന്തോന്നറിയാമോ, ഡോക്ടർ ആവുക എന്നുള്ള അഖിലുമോന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അമ്മയോടും അച്ഛനോടും ജ്യേഷ്ഠനോടും ഒപ്പം 108 കുട്ടി ഡോക്ടർമാരാണ് അമ്മയെ കൂടെയുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ മാം ഒരു പ്രൗഡ് മദർ, മാം പറഞ്ഞില്ലേ കുട്ടികളൊക്കെ എന്റെ വട്ടം ഇങ്ങനെ വരുമെന്ന്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ ഇങ്ങനെയാ നിൽക്കുന്നേ. ഞാൻ ഈ ഇൻസ്റ്റയിൽ ഇതൊക്കെ തുടങ്ങിയപ്പോ ആ മക്കൾ എത്ര ഹാപ്പിയാ. നാളെ കഴിഞ്ഞ വർഷവും ഞാൻ നോമ്പിന് ഇതെല്ലാം നടത്തി, മക്കള് ഇപ്രാവശ്യം നാളെയാണ് ചെയ്യുന്നത്. അന്നേരം പറഞ്ഞ അമ്മേ ഞങ്ങൾ ഇന്ന് പുറത്ത് വെച്ച് ആഘോഷിച്ചോട്ടെ. ഞാൻ പറഞ്ഞ ഇഫ്താർ പറ്റുന്നവര് നോമ്പെടുത്തിട്ട് നാളെ ചെയ്യണം, നമുക്ക് വീഡിയോസ് ഒക്കെ അയച്ചു തരണം. അപ്പൊ അതെല്ലാം ചെയ്യുമോ അവര്, ഞാൻ എന്നാ ഞങ്ങൾ ചെല്ലുന്നതെന്ന് കാത്തിരിക്കുക. പക്ഷേ ഞാനെന്നൊരു അമ്മയാണ്, എടുത്ത സ്റ്റാൻഡാണ് അവിടെ ഓക്കെ. പക്ഷെ പല ഫാമിലി ആയാലും ഓക്കെ, അവര് വീണ്ടും ഞാൻ കോളേജിലേക്ക് പോകുന്നതിന് അവർ എതിർത്തു. ആ മക്കളെ ഞാൻ പറഞ്ഞു നോ വേ. എനിക്ക് മനസ്സിലാവുന്ന എന്റെ അഖിൽമോന്റെ സോൾ അവിടെ ഉണ്ട്, അവരെന്നെ നല്ല ഒരു ഇതായിട്ട് ഇതാക്കുന്നു എന്നുള്ളതാണ്. എന്റെ മക്കളെ ഞാൻ ചേർത്ത് വെച്ച് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവരെ കോണ്ടാക്ട് ചെയ്യുന്നതും അവരെനിക്ക് തരുന്ന സ്നേഹവും ഒക്കെ. എന്താന്ന് വെച്ചാൽ മാം അതൊരിക്കലും ഇപ്പൊ ഞാൻ എത്ര മക്കളുടെ അമ്മയാണ്, 110 മക്കളുടെ, അഖിലിന്റെ അർജുന്റെ ഒപ്പം ആ 108 മക്കളുടെ അമ്മയാണ്. അവരുടെ എല്ലാ കാര്യത്തിലും ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. PTA-യിലുണ്ട്. എന്റെ ആദ്യത്തെ ഇൻസ്റ്റ ഇതൊക്കെ വന്നപ്പോ അവിടുത്തെ PTA മെമ്പേഴ്സും എല്ലാവരും സ്റ്റോറി ഇടുക എല്ലാം ചെയ്തു മാം. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിൽ ഇപ്പൊ ജീവിക്കുന്നു. 19 വയസ്സ് വരെ എനിക്ക് വളർത്താൻ പഠിച്ചതമ്പരാൻ തന്നല്ലോ, ആ സ്നേഹം അനുഭവിക്കാൻ തന്നല്ലോ, അത്രയും ഞാൻ ഹാപ്പി ആയ പോരെ ഞാൻ. പക്ഷെ ഹസ്ബൻഡ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ അവർ ഓക്കെയാണ്. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് പോവുക എന്നുള്ള അഖിലിന്റെ സോൾ ലെഗസി ആയിട്ട് മുമ്പോട്ട് അങ്ങോട്ട് ഹാപ്പി ആയിട്ട് പോവുക. തീർച്ചയായിട്ടും അത് ആ ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ പെട്ടെന്ന് തന്നെ ഫൊർഗീവ് ചെയ്യാനും അവരെ ഉൾക്കൊള്ളാനും ഉള്ള വ്യാപ്തി രാജിയുടെ ഹൃദയത്തിനുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ പരിശുദ്ധ ഖുർആൻ വായിച്ചത് കൊണ്ടും എന്റെ മോന്റെ നോമ്പെടുക്കുന്ന ശീലം കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് മോൻ 10 years മുതൽ 30 നോമ്പ് എടുക്കുന്ന മോനാണ്. അവനോടൊപ്പം 2:30-ക്ക് എഴുന്നേറ്റ് ഞാനും ചെയ്യുമായിരുന്നു, ഖുർആൻ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് എന്നെ, എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവുമല്ലോ നമ്മളെ സ്ട്രോങ് ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആ ഒരു ഇന്നർ സ്ട്രെങ്ത് അതുകൊണ്ട് കിട്ടുകയാണ്. ഏതായാലും മോന് എല്ലാവർക്കും ഏറ്റവും സന്തോഷവും സമാധാനവും പടച്ചോൻ അവിടെ കൊടുക്കട്ടെ. ആഹാരം ഏറ്റവും വെളിച്ചമാക്കി കൊടുക്കട്ടെ. അത് മാത്രമല്ലല്ലോ മാം, അതേ സെയിം മന്തില് എനിക്കൊരു മെസ്സേജ് വരികയാണ്. ചേച്ചി ഇവിടെ ഉള്ള മോളാണ്. ചേച്ചി ഞാൻ പ്രഗ്നന്റാ ചേച്ചി, ഞങ്ങൾ ഇവിടെ എല്ലാ ഫാമിലി ഫുള്ളും പ്രാർത്ഥിക്കുന്നുണ്ട് ചേച്ചി നമ്മുടെ അഖിലുമോനാവണോന്ന്. അതൊരു ആൺകുട്ടി തന്നെയായിരുന്നു, ആസ്റ്റർ ഹോസ്പിറ്റലായിരുന്നു ജനിച്ചത് മാം. അതിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കാണ് ഇവിടെ എല്ലാ ഫംഗ്ഷൻ നമ്മളെ വിളിക്കുമെങ്കിൽ ഞാൻ ഒരു വർഷത്തെ എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ഫംഗ്ഷൻ
ടെൻഷന് മാം. ഞാൻ ഹീലിംഗും കഴിഞ്ഞ് ഫൊർഗീവ്നെസ്സും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു വരവങ്ങ് പോയി. അവിടെ ചെന്നിട്ട് അവരെല്ലാം ഞെട്ടിപ്പോയെന്നുള്ള. ഞാൻ ചെന്ന് ദൈവം ഒരുപാട് അമ്മയുടെ അടുത്ത് ശക്തിയും സന്തോഷവും സമാധാനവും അഖിൽ ഈ മോൻ എന്ന് വേദന പേര് വിട്ട് മാം, അഖിൽ എന്ന് പേര് വിട്ട്. എല്ലാ നന്മയും മൗനും രാജിക്കും സന്തോഷവും സമാധാനം എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാവർക്കും പൊറുക്കാനും ക്ഷമിക്കാനും അതെ, അതെ. പൊറുക്കുക അതാണ് ക്ഷമിക്കുക പ്രധാനം. അപ്പൊ എന്ന ഇതാണ് രാജിയുടെ കമ്മ്യൂണിറ്റി അല്ലേ? പറയണ്ടായിരുന്നല്ലോ ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന്. യെസ്, അതാണ് അവരാണ് നമ്മുടെ ശക്തി. നമ്മുടെ ശക്തി. പഠിച്ചതവരെ ഒരു വഴി നമുക്ക് തരുമല്ലോ സർ. വെറുതെ അല്ല ഇൻസ്റ്റാൽ ഇത്ര ലൈക്സ് ഒക്കെ കിട്ടുന്നത്. കോളേജ് മൊത്തം ഉണ്ട് കേട്ടോ, മക്കളെല്ലാരും കൂടെ മൊത്തമുണ്ട്, ഉണ്ട്. മൊത്തമുണ്ട്. പൂച്ചയുടെ പേര് ഒന്ന് ഒരു ജസ്റ്റ് ഒരു ഫെദർ ടച്ച് കൊടുത്താൽ തന്നെ ഇത്ര ലൈക്കായി ഇത്ര കൊടുത്താ ഇത്. മതി. അതെ, Anyway, ഏറ്റവും നല്ലത് വരട്ടെ എല്ലാത്തിനും. അതെ, എല്ലാവർക്കും. അതെ, അതെ. എല്ലാവർക്കും അതെ മാം. forgive ഒരു സംശയം ഫോർഗിവ്നെസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് നമ്മൾ ഈ ക്രൈമും ചെയ്യുന്നുണ്ടല്ലോ പലരും. ഉം. അപ്പൊ അവർക്ക് ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൈം റേറ്റ് കൂടില്ലേ? ഇപ്പൊ അല്ലല്ല, അവർക്ക് അവിടെയാണ് ഫൊർഗീവ് ചെയ്യാനേ പാടുള്ളൂ. അവര് ചെയ്ത തെറ്റിനുള്ള പണിഷ്മെന്റ് കിട്ടണം. അവിടെ നമ്മൾ ഫൊർഗീവ് ചെയ്ത് വിട്ടാ പോരെ. അവർക്ക് വിട്ടാ പോരെ. ക്രൈം, അവര് ലീഗൽ നിയമം, ആ രാജ്യത്തെ നിയമം സംഹിത പറയുന്ന ശിക്ഷ അവർക്ക് കിട്ടണം. ആ ശിക്ഷ എന്തിനാണ്? പശ്ചാത്തപിക്കാനുള്ള അവസരമാണ് ശിക്ഷ. ഒരു അവസരമാണ് കൊടുക്കുന്നത്. പണിഷ്മെന്റ് പശ്ചാത്തപിക്കാനുള്ള അവസരം. പശ്ചാത്തപിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടായിക്കൊടുക്കുക. വൺസ് നമ്മൾ ഫൊർഗീവ് ചെയ്ത് പശ്ചാത്തപിച്ച് റിയൽ പശ്ചാത്തപിച്ച് വന്നു കഴിഞ്ഞാൽ ആളെ അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. മതവും നിയമവും ഒക്കെ പറയുന്നത് അത് തന്നെയാണ്. പക്ഷെ അതെ, നമ്മൾ മാപ്പ് കൊടുത്തു, ഇനി പോട്ട് അവനെ ജയിലിൽ ഇടണ്ട, അവനെ ശിക്ഷിക്കേണ്ട, ഒരിക്കലും ഇല്ല. അത് നമ്മൾ നിയമത്തിന്റെ വഴിക്ക് പോകണം. ക്യാപിറ്റൽ പണിഷ്മെന്റിന് ശരിക്കും ശിക്ഷ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളൊക്കെ കൊലയ്ക്ക് കൊല തന്നെയാണല്ലോ. യെസ്, അത് അവിടുത്തെ നിയമം അങ്ങനെയാണ് പറയുന്നത്. കൊലയ്ക്ക് കൊല. കൊല തന്നെയാണ്. സം എക്സ്റ്റെന്റ് ചിലയിടത്തെങ്കിലും ചിലപ്പോൾ നമുക്ക് തോന്നും. ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ ഒരു കാര്യമൊക്കെ എടുക്കുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കാറില്ലേ, ക്യാപിറ്റൽ പണിഷ്മെന്റ് അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ അതെ, അത് അങ്ങനത്തെ ഒന്നും നമുക്ക് ആ ക്രൈമിനെ ഒന്നും നമുക്ക് അനുകൂലിക്കാനോ ഒന്നും പറ്റത്തില്ല. അത് എഗെയിൻസ്റ്റ് ആണ്, ഹ്യൂമാനിറ്റിയുടെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന മോറൽ കാര്യം. കോഡിനൊക്കെ അഗൈൻസ്റ്റ് ആണ് അവർ അതെ, അതെ, കാണിച്ചിരിക്കുന്നത്. അതെ, അതെ, അതെ. ഓക്കെ, അപ്പൊ ഡാലിക്ക് എന്ത് പറ്റി? ഡാലിക്ക് എന്ത് പറ്റി? അഗാധമായ ചിന്തയിലാണല്ലോ. ഡാലിയുടെ ചിരി ഇന്ന് കണ്ടതേ ഇല്ല. ഞാൻ ഇപ്പോഴാണ് ഇന്ന് കുറച്ച് ലേറ്റ് ആയിരുന്നു ഒക്കെ ജോയിൻ ചെയ്യാൻ. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും സന്തോഷം. അപ്പൊ നമുക്ക് ഇത് ഫൊർഗീവ്നെസ് കംപ്ലീറ്റ്. ഇനി ഞാൻ ഫൊർഗീവ്നെസ് കുറിച്ച് ഞാൻ സംസാരിക്കത്തില്ല. ഗ്രൂപ്പിൽ ഒരു ഫൊർഗീവ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടാവും, അത് പ്രാക്ടീസ് ചെയ്യാം. നാളെ നമുക്ക് പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ. ഇൻഷാ അല്ലാ മാം. താങ്ക് താങ്ക് യു യു മാം. മാം. വലൈക്കും അസ്സലാം.